വീട്ടുകാർ പ്രാർത്ഥിച്ച് ആൻറ്റിയും മക്കളും ഒക്കെ പ്രാർത്ഥിച്ച് മടുത്തു. ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അങ്കിളിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. ഒരു ദിവസം ഞാൻ കേൾക്കുന്നത് IMS ശുശ്രൂഷ കൊണ്ടിരിക്കുന്നത് ഞാൻ കേൾക്കുന്നത് അങ്കിള് സൂയിസൈഡ് ചെയ്തു. റെയിൽവേ ട്രാക്കിൽ അങ്കിള് മദ്യപിച്ച് ട്രെയിനിൻ്റെ മുമ്പിൽ നിന്ന് ട്രെയിനും വന്ന അങ്കിളിൻ്റെ ശരീരങ്ങളെ പീസാക്കി മുറിച്ചു. കൈയും കാലും തലയും എല്ലാം പീസായി മുറിച്ചു. അങ്കിളിൻ്റെ ആ ചേതനേറ്റ ശരീരം റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഈ മദ്യം സമ്മാനിച്ച ദുരന്തം, അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലായി. ഇപ്പോഴും ആ മുഖം എൻ്റെ മുമ്പിൽ പോയിട്ടില്ല. അന്ന് മുതൽ ഈ മദ്യത്തിനോടുള്ള ദുരാസക്തി മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആത്മാർത്ഥയോടെ പ്രവർത്തിച്ചു. എന്നോട് ചോദിച്ചത് ഇപ്പോഴും എൻ്റെ രക്തത്തിൽ ഓടുന്നതും ഈ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ജ്വരയാണ്. ഇതിനുള്ളവർ മദ്യം തകർക്കുന്ന കുടുംബം, എൻ്റെ അങ്കിളിൻ്റെ ദുരവസ്ഥ, ആ കുടുംബത്തിനുണ്ടായ നഷ്ടം, എനിക്കുണ്ടായ നഷ്ടം എൻ്റെ കയ്യിലിരുന്നുകൊണ്ട് അങ്കിൾ നോക്കി ആ നോട്ടം എൻ്റെ മുമ്പിൽ നിന്ന് മാറിയിട്ടില്ല. അങ്ങനെ ആ പ്രവർത്തനമായിട്ട് ഞാൻ മുമ്പോട്ട് പോയി. അച്ഛൻ്റെ കൂടെ ആ ക്യാമ്പ് തുടങ്ങുമ്പോൾ 8 ദിവസവും ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ആ ധ്യാനാനന്തരത്തിൽ 8 ദിവസവും അവരോടൊപ്പം നിന്ന് ശുശ്രൂഷിച്ച് രാത്രി അവിടെ കിടന്ന് അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് അവർ തിരിച്ച് ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഈ മദ്യം നിർത്തിയ ഒരു മനുഷ്യൻ്റെ ജീവിതം കാണുമ്പോഴാണ്.